ഇന്ന് അമ്മയും മക്കളും കൂടെ ഒന്ന് ആലത്തൂർ വരെ ഒന്ന് പോവാട്ടോ. ആലത്തൂർ ചെറിയൊരു പരിപാടിയുണ്ട്. അത് കാരണം നേരത്തെ കാലത്ത് ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു. അല്ലെങ്കിൽ മഴ നനഞ്ഞ് പിണ്ടിയായി കുളിച്ച് പോകേണ്ടി വന്നേനെ. അത് കാരണം നേരത്തെ കാലത്ത് വന്നിരുന്നു. ബസ് സ്റ്റോപ്പ് എത്തിയാലും നല്ല മഴ അങ്ങോട്ട് പെയ്തിട്ട് അങ്ങോട്ട് പോകും. ബസ് വരാൻ കുറച്ച് സമയമുണ്ട്. അത് കാരണം ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ബസ് കാത്തിരിക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ മോള് പറഞ്ഞ് ആലത്തൂർ എത്തിയിട്ട് എന്തെങ്കിലും മേടിച്ചു തരണം, മഴയൊക്കെ പെയ്തതല്ലേ അമ്മ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ബസ് വന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ മകൻ തലയും കുത്തി കിടപ്പാണ്. അവനെപ്പോഴും ബസ്സിൽ കയറി അപ്പം തുടങ്ങും ഛർദി. ബസ്സിൽ കയറിയതും തുടങ്ങി അവൻ്റെ ഛർദി. എന്തെന്നറിയില്ല, അവന് ബസ് പറ്റില്ല. മുടിമുടിച്ച് 18 മുഴം ചേലഞ്ഞൊടിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് മകളൊരുങ്ങ് മണമകളൊരുങ്ങ്. താഴമ്പൂ മുടിമുടിച്ച് 18 മുഴം ചേലഞ്ഞൊടിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് വെള്ളിച്ചിട്ടണിഞ്ഞ് മൂക്കുത്തി അണിഞ്ഞ് മകളൊരുങ്ങ് മണമകളൊരുങ്ങ്. കണ്ണു തട്ടാതിരുന്നീടാൻ കവിൾപ്പൂവിൽ മഷി തേച്ചൊരുങ്ങ്. കണ്ണു തട്ടാതിരുന്നീടാൻ കവിൾപ്പൂവിൽ മഷി തേച്ചൊരുങ്ങ്. വരമഞ്ഞൾ കുറി ചാർത്തിയൊരുങ്ങ്. വാസനപ്പൂ ചൂടിയൊരുങ്ങ്. ഓ ഓ செய்ததோ மலர் கொண்ட மார்போடு தொட்டாடுதே. மழைத்துளி தொட்ட இடம் நீ தீண்டவோ நினைக்கையில் உள்ளூர கள்ளூரதே. தென்மேற்கு பருவக்காற்று தேனி பக்கம் வீசும்போது சாரல் இன்பச்சாரல் தெம்மாங்கு பாடிக்கொண்ட சிலசிலவென்று சிந்துதம்மா தூரல் முக்கத்தூரல். விங்காட்டு பக்கத்தை சட்டென்று முட்டவிட சிங்காட்டு சில்லி செடி சிலின்று போயெடுக்க. தென்மேற்கு பருவக்காற்று தேனி பக்கம் வீசும்போது சாரல் இன்பச்சாரல். ഞങ്ങൾ ഈ പരിപാടിക്കാണ് കേട്ടോ പോയത്. ഇതാ ഞങ്ങളുടെ രാവിലത്തെ ബസ് സ്റ്റോപ്പിൽ 2 പിക്ക്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.